Good afternoon, teacher. Good afternoon. Okay, ഇന്ന് രണ്ടുപേരുള്ളല്ലേ? ഷാര, ജാസ്മിൻ. Okay. Okay, ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay, ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഏതായിരുന്നു? പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ അല്ലെ? PR-ന്റെ ഒരു സെക്ഷൻ. പബ്ലിക് റിലേഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇതുവരെ നമ്മൾ എടുത്തത് എവിടെ വരെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോണേ കേട്ടോ. കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ്ലി എഡ്വേർഡ് ബെർണൈസിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ? എഡ്വേർഡ് ബെർണൈസ് ആരായിരുന്നു? ആരായിരുന്നു? തുഷാര, ജാസ്മിൻ. ഇതിന്റെ റിപ്ലൈ ഒന്നും ഇല്ല ആർക്കും. എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മെയിൻ ബുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏതായിരുന്നു? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എഴുതിയ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു അല്ലെ? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ make knowing ഷാരോൺ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, knowing what the public hopes for and explaining how administration is satisfying these desires. ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനിഷൻ നോക്കിയായിരുന്നു. പിന്നെ നമ്മള് നീഡുകൾ നോക്കിയായിരുന്നു അല്ലെ? ആവശ്യകത. ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷനെ പറ്റിയുള്ള ആവശ്യകത എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് റിലേഷൻ വേണ്ടി വരുന്നത് എന്ന് നമ്മൾ കുറച്ച് പോയിന്റ്സ് നോക്കിയായിരുന്നു. ദെൻ നമ്മള് മെത്തേഡ്സ് നോക്കി, ഓപ്പറേറ്റീവ് മെത്തേഡ് നോക്കി, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് നോക്കി. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കി? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത് നെക്സ്റ്റ് നമ്മള് ഓക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? ഇനി നമ്മള് ലാസ്റ്റ് നമ്മള് കഴിഞ്ഞ ഡേയ്സിൽ നമ്മള് ഒരു ബ്യൂറോ നോക്കിയായിരുന്നില്ലേ? ഓക്കെ, സ്പീക്കേഴ്സ് ബ്യൂറോ നോക്കിയായിരുന്നു അല്ലെ? അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പീക്കേഴ്സ് ബ്യൂറോയിൽ വരുന്ന ഒരു വ്യക്തിയാണ് CEO എന്ന് പറയുന്നത് നമ്മൾ നോക്കിയായിരുന്നല്ലോ അല്ലെ? സ്പീക്കേഴ്സ് ബ്യൂറോയില് വരുന്ന ഒരു വ്യക്തിയാണ് CEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ CEO എന്ന് പറയുന്നത് സ്പീക്കേഴ്സ് ബ്യൂറോയിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെ? ഇനി നമ്മൾ പറഞ്ഞു അഡ്വൈസറി കമ്മിറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അഡ്വൈസറി കമ്മിറ്റി എന്താണ്? ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് റോൾ ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മെത്തേഡ്സും ഷോർട്ട് കമ്മിങ്സും എല്ലാ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാ? അഡ്വൈസറി കമ്മിറ്റി ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഇൻഡിക്കേറ്റർ ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ കമ്മ്യൂണിറ്റി അല്ലെ? ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയായിരുന്നു. അതായത് പബ്ലിക് റിലേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കി. എന്തൊക്കെയാണ്? സർവേസ് നടത്താം, ജനറൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പോൾ നടത്താം നമ്മൾ പറഞ്ഞു. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ ചെക്ക് ലിസ്റ്റ് നോക്കി പറയാമെന്ന് പറഞ്ഞു. ടേൺ ഓവർ ഓഫ് ഹെൽത്ത്, ഡൊണേഷൻസ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയായിരുന്നു ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ അല്ലെ? അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യന്റ് അല്ലെ? അതായത് പേഷ്യൻസിന് എന്ത് ചെയ്യാ? ബെറ്റർ ആയിട്ടും അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാ? മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങള് മനസ്സിലാക്കുന്നതിലൂടെ എന്താണ്? പേഷ്യൻസിന്റെ ഹാപ്പിയർ ആയിട്ടും അവര് പേഷ്യൻസിനെ ഹാപ്പിയർ ആക്കുക എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് എന്തായിരുന്നു? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷണറി സർവേകൾ നടത്താമെന്ന് പറഞ്ഞു അല്ലെ? ഔട്ട്ഡോർ സർവേ നടത്താം. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ക്വസ്റ്റിനെയർ വെച്ചിട്ട് വിത്ത് ഓപ്ഷൻസ് അല്ലെ? ക്വസ്റ്റിനെയർ വെച്ചിട്ട് യെസ് ഓർ നോ അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റിനെയർ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് കൂടുതലായിട്ട് കീപ്പ് ചെയ്യാമെന്ന് പറയുന്നു അല്ലെ? പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയായിരുന്നത് കസ്റ്റമർ കംപ്ലൈൻസ് അല്ലെ? കസ്റ്റമർ കംപ്ലൈൻസിൽ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളൊരു ഡെഫിനേഷൻ പറഞ്ഞായിരുന്നല്ലോ. ഇറ്റ് ഈസ് ഇൻഡീഡ് ദ കംപ്ലൈന്റ് കസ്റ്റമർ റിമെമ്പർ ബട്ട് ദി ഔട്ട്കം അല്ലെ? ആരായിരുന്നു ഡെഫിനേഷൻ പറഞ്ഞത്? ഐസോഡോ ഷാർപ്പ് അല്ലെ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻ പറഞ്ഞത് ജോൺ മില്ലറ്റും, കംപ്ലൈൻസ് പറഞ്ഞത് ഷാർപ്പും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ അല്ലെ? നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് കുറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ ആണ് തുടർന്നുകൊണ്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ
ജനറൽ ഒപ്പീനിയൻ പോൾ നടത്തുന്ന കാര്യം പറഞ്ഞായിരുന്നു. മോസ്റ്റ്ലി പെർടൈൻ ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് നടത്തുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കി വോളണ്ടിയേഴ്സ് അല്ലെ. നമ്മൾ പറഞ്ഞു എല്ലാ സംഘടനകളിലും ഓരോ പ്രോഗ്രാംസിലും എന്തുണ്ടാവും, ഒരു വോളണ്ടിയർമാരുണ്ടാവും അല്ലെ. ഈ വോളണ്ടിയർമാരാണ് എന്തൊക്കെ ചെയ്യുന്നത്? വോളണ്ടിയർ ക്രോപ്സും പബ്ലിക് സ്പിരിറ്റഡ് സർവീസ് മൈൻഡഡ് പീപ്പിൾ ആയിരിക്കണം അല്ലെ. അവർക്ക് എക്സ്ട്രാ സർവീസസ് ഉണ്ടായിരിക്കണം. അവരെന്ത് ചെയ്യണം? പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുക, പോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയാസിലുള്ള തിങ്സ് ഒക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു മോർ വോളണ്ടിയറിസം ഇൻ ഹോസ്പിറ്റൽ ബെറ്റർ ദൻ, ഒരു പബ്ലിക് റിലേഷനെ പോലെ അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷനിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് വോളണ്ടിയറിസം എന്ന് പറയുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുക, ഒരു മേൽനോട്ടം വഹിക്കുക. അതാണ് ഒരു വോളണ്ടിയേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കി സ്റ്റാഫ് ടേൺ ഓവർ അല്ലെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാഫ് ടേൺ ഓവറിന്റെ കാര്യം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറയുന്നത് എന്താണ്? അതായത് എംപ്ലോയി എത്രത്തോളം എംപ്ലോയി മിനിമൽ ടേൺ ഓവർ ആണെങ്കിൽ അവിടെ എന്താണ്, ഗുഡ് പബ്ലിക് റിലേഷൻ ആയിരിക്കും ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. ഓക്കെ, അത്രയും വരെയാണ് നമ്മൾ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. ഇത്രയും വരെയാണ് നമ്മൾ എടുത്തത് കേട്ടോ. നമ്മൾക്ക് നെക്സ്റ്റ് തുടങ്ങിയാണ് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്. അറ്റൻഡൻസ് ഹാജരാക്കൽ നമ്മൾ സ്കൂളില്, അതുപോലെ തന്നെ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ് കേട്ടോ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വായിക്കാമോ? തുഷാര വായിച്ചോളൂ. കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്. Higher patient turn up when patients are reminded of their appointment as text messages, email, or over the phone. Okay. Better the relation or contact with the patient, more consistent will be the patient's attendance. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? എന്താണ് മനസ്സിലായതുപോലെ പറഞ്ഞോളൂ കേട്ടോ. പേഷ്യൻസിനെ അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ടെക്സ്റ്റ് മെസ്സേജസിലൂടെയോ ഇമെയിലോ ഫോൺ വഴിയോ റിമൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പേഷ്യൻസ് അവിടെ ടേൺ അപ്പ് ചെയ്യും, ഹോസ്പിറ്റൽസിലേക്ക് വരും. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ. അതായത് കൂടുതൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജസോ അല്ലെങ്കിൽ ഇമെയിൽസോ അങ്ങനെ വഴി കാര്യങ്ങളൊക്കെ രോഗികളെ അവരുടെ അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ബെറ്റർ ദ റിലേഷൻ ഓർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റിന്റെ കൂടെയുള്ള റിലേഷൻസും കോണ്ടാക്റ്റും എത്രത്തോളം ബെറ്റർ ആണോ അത്രത്തോളം പേഷ്യൻസിന്റെ അറ്റൻഡൻസ് കൺസിസ്റ്റന്റ് ആയിരിക്കും. അതായത് നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നഴ്സസിനിടയിലും അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പേഷ്യന്റിന്റെ അറ്റൻഡൻസ് അവിടെ നിലനിൽക്കും അല്ലെ. അതാണ് പറഞ്ഞത്. പേഷ്യൻസ് കുറവ് വരില്ല. കാരണം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റുള്ളവരെയും കൂടി ആ ഹോസ്പിറ്റലിൽ നല്ലതാണ് കേട്ടോ, നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കൺസിസ്റ്റൻസി നിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അറ്റൻഡൻസിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡൊണേഷൻസ്. ഡൊണേഷൻസിന്റെ മീനിങ് എന്താണ്? സംഭാവന ചെയ്യുക അല്ലെ. നമുക്കറിയാലോ സംഭാവന ചെയ്യുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജാസ്മിൻ ഡൊണേഷൻസ് വായിക്കൂ. Hospital's primary mission is to treat and rehabilitate ill patients. Okay, വായിച്ചോളൂ. നെക്സ്റ്റ് പോയിന്റ് വായിച്ചോ. Sometimes both the hospital and patient might fail to meet up with the charges needed for this. Okay. Donations and charitable contributions from the public come in handy in such vital situations. Okay, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽസിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് അത്ര ഇൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതുമാണ്. രോഗികളുടെ ചികിത്സ എന്താ പറയാ പുനരധിവസിപ്പിക്കുക അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? ചില അവസരങ്ങളിൽ ഹോസ്പിറ്റലും പേഷ്യന്റും ഈ ചാർജസ് മീറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും, ഫെയിലാവും അതില്.
സംടൈംസ് ബോത്ത് ഹോസ്പിറ്റൽ മൈറ്റ് ഫെയിൽ ടു, അതായത് ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നും ചാർജ് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെന്താ, ഹോസ്പിറ്റൽസിന്റെ ഭാഗത്തു നിന്നും ചാർജസ് ആവശ്യമായിട്ട് വരും ചില സിറ്റുവേഷൻസിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡൊണേഷൻ. ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസും പബ്ലിക്കിൽ മുഖേനയാണ് വരുന്നത്. അതായത് പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലങ്ങളായിട്ടുള്ള, അപ്പൊ അവരുടെയൊക്കെ നമ്മളുടെ ആ ഒരു സഭയിൽ നിന്ന് അങ്ങനെയുള്ള ഡൊണേഷൻസ് ഒക്കെ അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ എക്സ്ട്രാ ലഭിക്കും. അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ സ്പോൺസർ ഒക്കെ ചെയ്യില്ലേ ഹോസ്പിറ്റലിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡൊണേഷൻ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷനിൽ വരിക. ഓക്കെ, ഡൊണേഷൻ എന്താണെന്ന് ക്ലിയർ ആയാലോ? സംഭാവന ചെയ്യുക എന്നുള്ള ഒരു മീനിങ് തന്നെ വരും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻ പേഷ്യന്റ് ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലാമ. ഇതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ, ലാമ എന്നുള്ളത് കേട്ടോ. ലാമന്റെ മീനിങ് എന്താണ്? ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. 3 പേരിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ലാമ എന്നുള്ളൊരു ടേം ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്? കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്നാണോ പറഞ്ഞത്? ഉണ്ട് ടീച്ചർ. ഓക്കെ, തുഷാര കേട്ടിട്ടുണ്ട്? മുമ്പ് പഠിക്കാനുണ്ടായിരുന്നു. ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണെന്നൊന്ന് ഞങ്ങൾക്കൊന്ന് ക്ലിയർ വിശദീകരിച്ച് തന്നെ ഒന്ന്. ലാമ എന്താണ്? ലാമ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ അഡ്വൈസ്, ഡോക്ടറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് വ്യക്തി പേഷ്യന്റ് അവിടെ നിന്ന് ലീവായി പോകുന്നതാണ്. ഡിസ്ചാർജ് ആയി പോകുന്നത്. ഓക്കെ, അതായത് സെയിം തന്നെയാണ്. എന്താണ്, ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ ഒരാൾ അഡ്മിറ്റ് ആയിട്ടിരിക്കെ, എന്താണ്, ഡോക്ടറിന്റെ ഇതില്ലാണ്ട് എന്ത് ചെയ്യാണ്, ആള് സ്വയം അതിൽ നിന്ന് പിന്മാറി ആ ഒരു ചികിത്സ പൂർത്തിയാകാണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ലിവിങ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലാമ. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഷാരോൺ, ലാമ എന്താണെന്നൊന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Inpatient leaving against medical advice, llama. When an inpatient experience the desires to leave against the advice of the physician, AMA procedure is explained and the patient or responsible party signs the AMA form, through accepting responsibility for their design, and it became a party of the medical records. More llama patients versus is the hospital public relations. ഓക്കെ, എന്താണ് മനസ്സിലായത്? ഷാരോൺ കേട്ടിട്ടുണ്ടോ ഈ ലാമ എന്നുള്ള ടേം ഇതിക്ക് മുന്നേ? ഐഡിയ ഉണ്ടാവില്ല, ആദ്യമായിട്ട് കേൾക്കണോ? അതെ അതെ. ഓക്കെ ഓക്കെ കേട്ടാ, ചോയ്സ് ആണ്. ചിലവർക്കൊക്കെ ഇതുപോലെ ഇതിപ്പോ ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഏതെങ്കിലും കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതൊരു പുതിയൊരു ടേം ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇതിലൂടെ ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ടേമുകളും ഇനി ഓരോ ക്ലാസ്സിലും നമ്മൾ കേൾക്കാത്ത ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പല പല ടേമുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാം ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ലാമ എന്താണ് ഈ ലാമ പേഷ്യന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് പറയാം. നേരത്തെ നമ്മുടെ തുഷാര പറഞ്ഞായിരുന്നു അല്ലെ, അതായത് ഡോക്ടറിന്റെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു പേഷ്യൻസിനെയാണ് നമ്മൾ ലാമ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ സെയിം മീനിങ് തന്നെയാണ് കേട്ടോ ഈ ലാമ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പൊ ആശുപത്രികളിലും അല്ലെങ്കിൽ എമർജൻസി റൂമുകളിലോ അല്ലെങ്കിൽ വാർഡുകളിലോ ഈ എന്താ പറയാ ഈ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടന്റില് വിരുദ്ധമായിട്ട് പോകുന്ന രോഗികൾ ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു, ഡോക്ടർ പറഞ്ഞു 7 days ഇവിടെ അഡ്മിറ്റ് ആവണം, 7 days നമുക്ക് ആ ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആളൊരു 2 days കഴിഞ്ഞപ്പോ ആൾക്ക് പറ്റില്ല, പോണം അല്ലെ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം, ഡിസ്ചാർജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് പുറത്തേക്ക് പോകും. പക്ഷെ അത് എന്താണ് ശരിക്കും പറഞ്ഞത്, ഒരു ഡോക്ടറിന്റെ ആ ഒരു കൺസൾട്ടൻസിക്ക് അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ ഒരു
എന്താ പറയാ ഡോക്ടറിന്റെ ആ ഒരു വൈദ്യോപദേശത്തിന്റെ അതിന് എതിരാണ് ശരിക്കും പറഞ്ഞത് അല്ലെ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെ പറയുന്നത്. ഡോക്ടർ ഓൾറെഡി ഫിക്സ് ചെയ്തു 7 days ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, 7 days കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. പക്ഷെ അതിന് പുറമെ എന്താണ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ ചെയ്യുന്ന ആ ഒരു അത്തരത്തിലുള്ള ഒരു പേഷ്യൻസിനെയാണ് നമ്മൾ ലാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫുൾ ഫോം ലാമ എന്നുള്ളത് കേട്ടോ, ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ് അതിന്റെ മീനിങ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് ഈ ലാമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് ഫിസിഷ്യന്റെ പറയുന്നതിന് എഗെയിൻസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഇപ്പൊ ഡിസ്ചാർജ് ഒക്കെ വാങ്ങിച്ചു പോകുന്ന അത്തരത്തിലുള്ള പേഷ്യൻസ് ആണ് എന്ത് പറയുക, ലാമ പേഷ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഇത്തരം രോഗികളെ വിവരിക്കുന്നതാണ് ഇത് ലാമ എന്ന് പറയുന്നത് കേട്ടോ. ഡോക്ടറുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് ആശുപത്രി വിട്ട് പോകുന്ന പേഷ്യൻസ്. ഓക്കെ ഉണ്ടല്ലോ. ഇനി AMA കണ്ടോ, AMA പ്രൊസീജിയർ. AMA എന്നുള്ള ടേം വേറൊന്നുമല്ല, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളതാണ് AMA. ലാമ ലിവിങ് നിന്ന് മാറ്റിക്കൊണ്ട് അഡ്വൈസ് അല്ലെ, എന്താ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതായത് ഇതുപോലെ ഡോക്ടറിന്റെ എന്താണ് ഈ പറഞ്ഞ പോലെ ഡോക്ടറിന്റെ ഒരു ഉപദേശത്തിന് വിരുദ്ധമായിട്ട് അല്ലെ ആശുപത്രി വിടുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു പദമാണ് ഈ AMA എന്ന് പറഞ്ഞ ഈ ലാമ എന്നുള്ളത് സെയിം ഇതൊക്കെ തന്നെയാണ് AMA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ അതായത് ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ, എൻഡ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഒരു ഇത്ര ഡേയ്സ് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞ ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവും. ആ ഒരു എൻഡിങ് പോയിന്റിന് മുൻപ് എന്ത് ചെയ്യും, പുറപ്പെടുന്നത് രോഗിയുടെ അത് എന്താണ്, പക്ഷെ അത് ബെറ്റർ ആയിരിക്കും രോഗിയുടെ ഭാഗത്തുനിന്ന് ഇല്ല. ഡോക്ടർ എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് നൽകിയതിനു ശേഷം ഇത്ര ദിവസം ഇഞ്ചക്ഷനും അല്ലെങ്കിൽ മെഡിസിൻസും നൽകുമ്പോഴാണ് ആ ഒരു രോഗിക്ക് ചിലപ്പോ ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്കവറി ആയിട്ട് പോരാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പേഷ്യന്റ് അവന്റെ സ്വയം ഇഷ്ടത്താലാണ് ഇങ്ങനെയുള്ള ഒരു ഇത് പുറത്തേക്ക് പോകുന്നത്, ട്രീറ്റ്മെന്റ് പൂർത്തിയാകാണ്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയുള്ള കേസസിൽ ചിലപ്പോ അസുഖം ചിലപ്പോ കൂടുതലാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ മേ ബി മരണം വരെ സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്, ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ AMA പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ എൻഡ് പോയിന്റിന് മുൻപ് എന്ത് ചെയ്യും, ഡോക്ടറുടെ നിർദ്ദേശമൊന്നും ഇല്ലാണ്ട് തന്നെ അവര് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ. അപ്പോ ഇങ്ങനെയുള്ള ഈ AMA ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾക്ക് ആശുപത്രിയിൽ കൂടുതൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രവേശിക്കാൻ സാധ്യത മീൻസ് അവർക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാം അല്ലെ. അതായത് ട്രീറ്റ്മെന്റ് കഴിയണതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഈ മരുന്നും മെഡിസിൻസ് കാര്യങ്ങൾ ചെന്നാൽ മാത്രമല്ലേ റിക്കവറി ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ മെഡിസിൻസ് ഒന്നും അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ്, ചിലപ്പോ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായൊന്നും വരാം അല്ലെ. ഇനി ഈ AMA എന്നുള്ളൊരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടപടിക്രമം വിശദീകരിക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ അക്സെപ്റ്റഡ് റെസ്പോൺസിബിലിറ്റി അതിന്റെ ഉത്തരവാദിത്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് AMA ഒരു ഫോം കൊടുക്കും അവർക്ക് അല്ലെ. ആ ഒരു ഫോമിൽ അവർ ഒപ്പിടുകയും ചെയ്യണം അല്ലെ. പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ, ബില്ലും അത്ര ദിവസം കിടന്നെങ്കിലും അത്ര ദിവസത്തെ പേയ്മെന്റും ബില്ലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യട്ടെ. എന്ത് ചെയ്യണം, ഈ AMA പ്രൊസീജിയറിന് ഒരു ഫോം ഉണ്ട്. ആ ഫോമിൽ എന്ത് ചെയ്യും, ഈ പേഷ്യൻസിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറെ കൊണ്ടോ എന്ത് ചെയ്യും, ഒപ്പിടിക്കുകയും അത് മെഡിക്കൽ രേഖകളുടെ ഭാഗമായിട്ട് അത് മാറുകയും ചെയ്യും. അതൊരു ഡോക്യുമെന്റ് പോലെ, അതൊരു മെഡിക്കൽ റെക്കോർഡ് പോലെ ആ ഹോസ്പിറ്റലിൽ അത് സൂക്ഷിക്കും. അല്ലാണ്ട് വെറുതെ പെട്ടെന്ന് ചാടി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റുമോ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ ഒന്നും നമുക്ക് പോകാൻ പറ്റുമോ, ഇല്ല അല്ലെ. ഇതിനും ഒരു പ്രൊസീജിയർ ഉണ്ട്. അതാണ് AMA ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മോർ ലാമ പേഷ്യന്റ്. ഈ കൂടുതൽ ഒരു ഹോസ്പിറ്റലുകളിൽ കുറെ ലാമ പേഷ്യന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം, നമുക്ക് എന്താണ് ഒരു കോമൺ ആയിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അല്ലെ. ഇങ്ങനെയുള്ള ഈ ഇടയ്ക്ക് വെച്ച് പുറത്തു വന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷന്റെ ഒരു പോരായ്മയാണ് അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസ് അതൊക്കെ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ അങ്ങനെ പുറത്തു പോകാതെ നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ടീവായിട്ട് കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് തുടർന്ന് പോകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ആ ഒരു പബ്ലിക് റിലേഷനല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോ കൂടുതൽ ലാമ പേഷ്യന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, പബ്ലിക് റിലേഷൻ അവിടുത്തെ പോരാ, മോശമാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, ഇത്രയും ഉള്ളൂ ലാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാരോൺ ക്ലിയർ ആയോ പോരാ ലാമ എന്നുള്ളത്? ക്ലിയർ ആയി മിസ്സേ. ഓക്കെ, ജാസ്മിൻ ക്ലിയർ അല്ലേ ലാമ? ഓക്കെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ടൈം ആയതുകൊണ്ടേ സംഭവം ഇത്രേ ഉള്ളൂ, എളുപ്പമാണ് കേട്ടോ.
നമുക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ലാമാന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം അല്ല ഇത് ഏത് ടൈമാണ് ഹോസ്പിറ്റലിൽ നമ്മള് നോർമൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇങ്ങനെയുള്ള ഒരു ടൈമൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞൊക്കെ കൊടുക്കാലോ ഇങ്ങനെയുള്ള ടൈമുകളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ട്, ഇങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെ. നമുക്ക് കുറച്ച് അറിവ് നിങ്ങൾക്ക് കിട്ടിയില്ല ഇതിനെ പറ്റിയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഹോസ്പിറ്റലിനെ പറ്റി ഒന്നും അറിയാത്ത വ്യക്തികൾക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇങ്ങനെയുള്ള ടൈമൊക്കെ അല്ലെ. ഇങ്ങനെയുള്ള ടൈമൊക്കെ അവർക്ക് കൂടെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാം പറഞ്ഞൊക്കെ കൊടുക്കുക കേട്ടോ. ലാമ എന്നുള്ളത് എത്രേ ഉള്ളൂ. നിങ്ങളുടെ 3 പേരുടെ കയ്യിൽ കോപ്പി ഉണ്ടോ ഇതിന്റെ? ഉണ്ടോ? ഉണ്ട് ടീച്ചർ. ഓക്കെ. കുറച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ ചിലപ്പോ ഒരിത്തിരി ക്ലിയർ, ചിലതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് വായിക്കാനായിട്ട്, അതുകൊണ്ടാണ് കോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചത് കേട്ടോ. ഓക്കെ. ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ഓക്കെ, ഇനി എങ്ങനെയാണ് ലെറ്റേഴ്സ് ടു എഡിറ്റർ ന്യൂസ് പേപ്പറിൽ ഇതിനെ സംബന്ധിച്ച് വരുന്ന പബ്ലിഷ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, തുഷാര വായിച്ചോളൂ. ലെറ്റർ ടു ദ എഡിറ്റേഴ്സ്. All newspapers have a page where letters from the readers are published. If there is something in the news that you want to respond to or let the public know of some medical situation like arising epidemics, you can write a letter to the editor and make it published. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? എളുപ്പമാണ്, പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കി. എല്ലാ ന്യൂസ് പേപ്പേഴ്സിനും ഒരു പേജ് ഉണ്ടാവും. റീഡേഴ്സിന് ലെറ്റേഴ്സ് അയച്ച് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ടാവും. പേജസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇതിലും അല്ലെ, കത്തുകളൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോ പരാതികളുടെ ഒക്കെ ഒരു ഇത് നമ്മൾ കാണാറുണ്ട് സൈഡിലൊക്കെ അല്ലെ, പത്രത്തിന്റെ. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഒന്ന് നോക്കാട്ടെ ന്യൂസ് പേപ്പറിൽ. ഓക്കെ, അങ്ങനെയുള്ളൊരു പേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പബ്ലിക്കിനോട് പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറൈസിങ് എപ്പിഡമിക് സിറ്റുവേഷൻ വരികയാണെങ്കിലോ നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസിന് റെസ്പോണ്ട് ആയിട്ടോ നിങ്ങൾക്ക് ലെറ്റേഴ്സ് എഡിറ്ററിന് അയക്കുകയും പബ്ലിഷ് ചെയ്യാനും പറ്റും. ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വല്ല കംപ്ലൈന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ സിറ്റുവേഷൻ എന്തെങ്കിലും ലൈക്ക് എപ്പിഡമിക്സിന്റെ, അതായത് ഇപ്പോ എപ്പിഡമിക്സ് നമുക്കിപ്പോ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ മഴക്കാലത്ത് അങ്ങനെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലവും കൊതുകിന്റെ മൂലം പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു ലെറ്ററിലൂടെ അതിനൊരു സ്പേസ് ആണ് ഈ ന്യൂസ് പേപ്പറിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ലെറ്ററിലൂടെ അത് പബ്ലിഷ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ, PRO ഒക്കെ ആണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് തുടങ്ങി എപ്പോഴും ഇങ്ങനെ PRO, ഒരു ഹോസ്പിറ്റലിൽ PRO ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയില്ലേ. അപ്പൊ ആ PROന് വേണ്ട ക്വാളിറ്റീസ്, വെറുതെ ഒരു വ്യക്തിനെ പിടിച്ച് PRO ആക്കാനായിട്ട് പറ്റില്ല അല്ലെ. അയാൾക്ക് എന്താണ് ആ ഒരു പ്രൊഫഷൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ആ ഒരു പൊസിഷനിലോട്ട് ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുള്ളൂ, പോസ്റ്റ് ചെയ്യുള്ളൂ. അല്ല ഒരു ജസ്റ്റ് ഒരു നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇഷ്ടത്തിനനുസരിച്ച് ഒരു PROന് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഒരു PRO എന്ന് പറയുമ്പോൾ എന്ത് വേണം, അദ്ദേഹത്തിന് അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് വേണം അല്ലെ. എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങള് ഭാവിയിൽ ചിലപ്പോ ഒരു ഹോസ്പിറ്റലിലെ PRO ഒക്കെ ആയെന്ന് വരാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണത് അറിഞ്ഞിരിക്കണ്ടേ. എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത്യാവശ്യം കുറച്ച് പോയിന്റ്സുകളാക്കിയാണ് നമുക്ക് ക്വാളിറ്റീസ് തന്നേക്കുന്നത് കേട്ടോ. നമുക്ക് പോയിന്റ്സുകൾ ഒന്ന് നോക്കാം. എളുപ്പമാണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ സ്വയം നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന തരത്തിലുള്ള എളുപ്പമുള്ള വേർഡ്സുകളാണ്. ഇത് പറഞ്ഞ ഈ ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾക്ക് സ്വയം അത് മനസ്സിലാക്കി ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ഓക്കെ, ഷാരോടൊന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഫസ്റ്റ് 3 പോയിന്റ് പറയാം കേട്ടോ. ഓരോരുത്തരും 3 പോയിന്റ് വെച്ച് പറയാം കേട്ടോ. Ample common sense, first class organization capacity, good judgment and objectivity. എന്താണ്
ആംബിൾ കോമൺ സെൻസ്. കോമൺ സെൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറയില്ലേ ഒരു കോമൺ സെൻസ് ചോദിക്കാറില്ലേ അല്ലെ? എന്താണ് കോമൺ സെൻസ് എന്ന് പറഞ്ഞാല്? ആംബിൾ കോമൺ സെൻസ്. ആംബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസാധ്യമായിട്ടുള്ള ബുദ്ധി. നമ്മൾ സിക്സ് സെൻസ് പറയില്ലേ അതുപോലെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു കോമൺ സെൻസ് വേണമെന്ന്, അസാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധി വേണം, നല്ലൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു ഷാരോൺ. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. ഫസ്റ്റ് ക്ലാസ് ഉദ്ദേശിക്കുന്നത് നല്ലതായിട്ടുള്ള ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഒരു സംഘടന ശേഷി അല്ലെ, ഇത്രയും ആളുകളൊക്കെ ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ഒരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. എന്താണ് അവിടെ നല്ലൊരു ജഡ്ജ്മെന്റും ഒബ്ജക്റ്റിവിറ്റിയും വേണം. ഒബ്ജക്റ്റിവിറ്റി വേണം, ഒരു നല്ലൊരു ലക്ഷ്യബോധം വേണം, പിന്നെ എന്താണ് ഒരു നല്ലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് എന്താ? കോമൺ സെൻസ് വേണം, ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി വേണം, ചിന്തിക്കാനുള്ള നല്ലൊരു അല്ലെങ്കിൽ ആ ഒരു സംഘാടന ശേഷി വേണം, പിന്നെ നമ്മൾ നല്ല തീരുമാനം എടുക്കാനും ലക്ഷ്യബോധം വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. ഒരു ഭാവന കാണാനുള്ള ഒരു കഴിവും അത് അംഗീകരിക്കാനുള്ള ഒരു കഴിവും. അപ്രീഷിയേറ്റ് വെച്ചാല് അഭിനന്ദിക്കുക. അതായത് ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അല്ലെ, ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം അല്ലെ. എബിലിറ്റി ടു ഇമാജിൻ, സങ്കല്പിക്കാനും അഭിനന്ദിക്കാനും വേണം, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു കഴിവ് വേണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. ഇത്രത്തോളം റിസ്ക് കൊണ്ടും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ഓക്കെ, അതായത് റിസ്ക് ഏറ്റെടുക്കാനുള്ളത്, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇത്രയും പേരെ ഡീൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ഏതൊരു പ്രവൃത്തിയും ഈ PR എന്ന് പറഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ പോലെയാണല്ലോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എനിക്ക് ആ സിറ്റുവേഷനിൽ അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എത്രത്തിലുള്ള പെയിൻസ് വരുന്നോ അതെല്ലാം എന്ത് ചെയ്യണം, ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി സ്വയം തന്നെ ഉണ്ടാക്കണം ആ ഒരു വ്യക്തിയിൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ജാസ്മിൻ വായിച്ചോ? ഒരു പോയിന്റ് കൂടി ഇല്ലേ? ഓക്കെ, റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ് അല്ലെ, അതായത് ലോങ് അവേഴ്സിൽ ഒത്തിരി അവേഴ്സിൽ വർക്ക് ചെയ്യാനുള്ള റെഡിനെസ് വേണം. ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ്. ഓക്കെ, തുഷാര ബാക്കി 3 പോയിന്റ്സ് വായിച്ചേ. ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. പ്രാക്ടിക്കൽ ആയിരിക്കണം, നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവണം. കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും ഉള്ള കപ്പാസിറ്റി ഉണ്ടാവണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. നല്ലൊരു വോയിസും പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവും ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ് അല്ലെ. ഐഡിയാസിലും നല്ലൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള ആളായിരിക്കണം അല്ലെ. ഓരോരോ ഐഡിയാസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പിന്നെന്താണ്? ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്താണെന്നും അതിന്റെ ഒരു ഹോസ്പിറ്റൽ പ്രൊഫഷനെ പറ്റി ബേസിക് ഐഡിയ വേണം. ഒരു ഹോസ്പിറ്റൽ എന്താണെന്നും അല്ലെങ്കിൽ അവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളും അറിയാത്തൊരു വ്യക്തിനെ പിടിച്ച് PR ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലെ. ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിലും മാത്രമല്ല അയാൾക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതുമായിട്ടുള്ള ഒരു അറിവൊക്കെ വേണ്ടേ? അല്ലാണ്ട് അറിവില്ലാത്തവരെ പിടിച്ച് ഒരു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പ്രവർത്തനം നല്ല രീതിയിലൊന്നും നടക്കില്ല. അപ്പൊ എന്താണ്? ഒരു ബേസിക് പ്രൊഫഷനെ പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്. ബിൽഡിംഗ് എബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു യഥാർത്ഥ ബോധം അല്ലെങ്കിൽ ഒരു ഓരോന്നും ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം. ഇനി ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ഇന്റലിജൻസ് വേണം, അത് ആന്റിസിപ്പേഷൻ മീൻസ് റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ഓരോ റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഓറിയന്റേഷൻ കിട്ടണം. പിന്നെ എന്താണ്? മാക്സിമം അവർക്ക് ആന്റിസിപ്പേഷൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇന്റലിജൻസ് നല്ലൊരു കഴിവ് അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഒരു ബഹുതര ബുദ്ധി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബുദ്ധി വേണം എല്ലാ കാര്യങ്ങൾക്കും. ഇനി മീഡിയ സ്പെഷ്യലൈസേഷൻ, മീഡിയയില് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. എഡിറ്റോറിയൽ എക്സ്പേർട്ടൻസ് ആയിരിക്കണം, എഡിറ്റോറിയൽ ചെയ്യാനും അല്ലെങ്കിൽ മീഡിയ ആയിട്ടുള്ള ഒരു റിലേഷൻ ഒക്കെ ഈ പറഞ്ഞ ക്വാളിറ്റി ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിന് വേണം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഒരു PROനെ സംബന്ധിച്ച് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഭാവിയിൽ ചിലപ്പോൾ PRO ഒക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് ഒന്നും കൂടി നമുക്കത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അപ്പൊ നമ്മൾ ക്വാളിറ്റീസ് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റോൾ ഓഫ് PR ഓഫീസർ. ഇനി റോൾ എന്താണെന്ന്, അവരുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞ ക്വാളിറ്റികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റോള് പറയാൻ കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, റോൾസ് കേട്ടോ. മെയിൻ ആയിട്ട് നമുക്ക് 1, 2, 3, 4 റോൾസ് ആയിട്ട് വരുന്നത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ, മാസ്ട്രോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോരുത്തരായിട്ട് വായിക്കാം കേട്ടോ. ഓക്കെ, ഷാരോൺ അഡ്വക്കേറ്റ് വായിച്ചേ. Advocate. The public relations manager is the chief advocate for the company. He has to concern all energy on building an organization. He is the spokesperson for management. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? ഷാരോൺ മനസ്സിലായതുപോലെ ഒന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ചെയ്യുക ഒരു കമ്പനിയിൽ ഇവിടെ കമ്പനി ഉദ്ദേശിക്കുന്നത് എല്ലാ ഓർഗനൈസേഷനുകളും, അങ്ങനെ നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ പറയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ടോട്ടലായിട്ട് ഇന്ത്യ ഓർഗനൈസേഷന്റെ കമ്പനി ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞോളൂ. ഷാരോൺ പ്രോബ്ലം ഉണ്ടോ? ഷാരോൺ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നോക്കാം. പബ്ലിക് റിലേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം അല്ലെങ്കിൽ അല്ലെ. റിലേഷൻ മാനേജർ ഇസ് ദ ചീഫ് അഡ്വക്കേറ്റ് ആണ്. ആ ഒരു ഓർഗനൈസേഷന്റെ ചീഫ് അഡ്വക്കേറ്റ് എന്നുള്ളൊരു സ്ഥാനമാണ് ആർക്കുള്ളത്? ഈ PROന് ഉള്ളത്. ഹി ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൾ എനർജി ഓൺ ബിൽഡിംഗ് ഓൺ ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബിൽഡിംഗ് ഓൺ ഓർഗനൈസേഷൻ, അതായത് ആ ഒരു സംഘടനയെ പടുത്തുയർത്താനായിട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ എനർജിയും കാര്യങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? PRO ആയിരിക്കും. ഹി ഈസ് ദ സ്പോക്ക് സ്പീക്കർ ഫോർ മാനേജ്മെന്റ്. സ്പോക്ക് സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സ്പീക്ക് ചെയ്യുന്നത്, പറയുന്നത് ആരായിരിക്കും? ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ചെയ്യുന്നത് PRO ആണ്. അതായത് അഡ്വക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു മുന്നോടിയായിട്ട് മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അത്ര നോക്കുള്ളൂ കേട്ടോ. ഇത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇത്ര നോക്കാം. അഡ്വക്കേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? മുന്നിട്ട് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? സംസാരിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഓക്കെ, ജാസ്മിൻ കമ്മ്യൂണിക്കേറ്റർ ഒന്ന് വായിച്ചേ. The public relations manager crafts communications policies and supervises the development of all statement and news releases for the company. Sociology, psychology, and good journalism are essential talents. Communications have to be clear, brief, and relevant to the audience. Okay. PR മാനേജർ ആണ് ഈ എല്ലാം മാനേജ് ചെയ്യുന്നത്, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ പോളിസീസും അതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നതും ആ കമ്പനിയുടെ ന്യൂസ് അതിനുള്ള ഡെവലപ്മെന്റും എല്ലാം PR മാനേജറാണ് മാനേജ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. കമ്പനി എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. ഇനി ഓർഗനൈസേഷനാണ് നമ്മൾ ഈ കമ്പനി എന്നുള്ള ടേം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിരുന്ന ന്യൂസ് റിലേറ്റഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തതും പബ്ലിഷ് ചെയ്തതും അതിന്റെ ഡെവലപ്മെന്റ് ചെയ്യുന്നത് ആരാണ്?
ഈ PRO ആയിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. സോഷ്യോളജി എസെൻഷ്യൽ ടാലന്റ് എന്ന് പറയുന്ന സോഷ്യോളജി, സൈക്കോളജിയും ഗുഡ് ജേർണലിസവും ആണ്. സോഷ്യോളജി പരമായിട്ടും സൈക്കോളജിക്കലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു ടാലന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അത് കമ്മ്യൂണിക്കേഷൻസ് വളരെ ക്ലിയറും ഷോർട്ട് ആയിരിക്കണം, വ്യക്തതയുമായിരിക്കണം, ഓഡിയൻസിനും വേണ്ടിയുള്ള. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് വളരെ പക്ക ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, അല്ലെ, റിലവന്റ് ടു ഓഡിയൻസ്. ഓഡിയൻസിന് എന്താണ് അത് ക്ലിയർ ആയിട്ടുള്ളത്, ഒരു നല്ലൊരു രീതിയിലുള്ള ഓഡിയൻസിന് എന്താ പറയാ സപ്പോർട്ടീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓഡിയൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഒരു PRO എന്നതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ കമ്മ്യൂണിക്കേറ്റർ, അല്ലെ? നമ്മൾ കുറച്ച് പേരല്ലേ ഈ ഒരു ക്ലാസ്സിലുള്ളൂ, അപ്പൊ അതുകൊണ്ടാണല്ലോ നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് എനിക്ക് കൂടുതൽ വായിപ്പിക്കാലോ. ഒത്തിരി പേര് വരുമ്പോൾ നമുക്കത് ഡിസ്റ്റർബ് ആവും. ഒരാളെ കൊണ്ട് വായിപ്പിച്ചു, അല്ലെ? ഇതിപ്പോ നമ്മള് 3 പേരും അല്ലെ, കുറച്ച് നിങ്ങൾ 3 പേരോ 4 പേരോ അല്ലേ കയറാറുള്ളൂ ഡെയിലി. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്കും കുറച്ച് കംഫർട്ട് അല്ലേ. ഇപ്പോ ഞാൻ ഇങ്ങനെ വായിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. ഇപ്പൊ നിങ്ങളും കൂടി ഇതിനകത്ത് പങ്കുചേരുകയാണ്, അല്ലെ, ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, ഇല്ലേ? 3 പേരും എങ്ങനെയാണ്, ഓക്കെ ആണോ? ഓക്കെ, ബോറിംഗ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ടീച്ചർ. അപ്പൊ അതിനുവേണ്ടിയാണ് ബോറിംഗ് ഒന്നും വരാണ്ട്, അല്ലെങ്കിൽ ഉറക്കമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിച്ച് കുറച്ച് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ്, അപ്പൊ നമ്മൾ പറഞ്ഞു അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്നു, കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നിലകൊള്ളുന്നു. അഡ്വക്കേറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നിൽക്കുന്നു. 3ാമത്തെ പോയിന്റ്. ഓക്കെ, തുഷാര പ്രോബ്ലം സോൾവർ വായിച്ചേ. The public relations manager is the ultimate spin doctor. It is he or she job to put the best face on news and information that could embarrass or defame the company's reputation. Often she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplishment. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? ട്രൈ ചെയ്ത് നോക്കിയേ. പബ്ലിക് റിലേഷൻസ് മാനേജർ ആണ് ഒരു അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പറയാം. അവിടുത്തെ പ്രോബ്ലം ഒരു ഡോക്ടറിന്റെ അല്ലെ, ഒരു ഡോക്ടറിന്റെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു PROട് നമുക്ക് സെയിം ഒരു ഡോക്ടറിന്റെ ഒരു പൊസിഷൻ പോലെ തന്നെ കാണാം. ഓക്കെ, it is he or her job to put the best face on news and information that could embarrass or defame the company's reputation. ആ കമ്പനിയുടെ റെപ്യൂട്ടേഷന് ഏതായിട്ട് വരുന്ന എംബറാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിഫെയിം ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസിന് ഉത്തരം നൽകുന്നത് ഒരു PRO ആയിരിക്കും. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എന്താ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്രതിച്ഛായ ഉയർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ആരുടെയാണ്? ഈ PROന്റെയാണ്, അല്ലെ? ഹോസ്പിറ്റലിൽ നേരെ വരുന്ന എന്താണ് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളും അപവാദങ്ങളും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്? PRO ആയിരിക്കുന്നത്. ഏതോ ഒരു പോയിന്റിൽ നമ്മൾ കഴിഞ്ഞൊരു പോയിന്റിൽ പറഞ്ഞായിരുന്നു, അല്ലെ? എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിന്റെ ആ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? 3 പേരില് അല്ലെ, എൻഹാൻസ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലെ പ്രതിച്ഛായ ഉയർത്തുക. അതായത് ഇങ്ങനെ വരുന്ന എന്താ പറയാ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്ത് അതിനെതിരെയൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം PROനാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സെയിം അത് തന്നെ കേട്ടോ. അതായത് കമ്പനി റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ആൻസർ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? PROനായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? Often she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplishment. കോമൺ ഇൻഫർമേഷൻസിനെ നല്ലൊരു പ്ലാറ്റിനം ഡേറ്റ ആക്കി കമ്പനിയുടെ അക്കംപ്ലിഷ്മെന്റിന് അത് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ കൂടുതൽ ക്രെഡിറ്റ് യൂസ് ചെയ്യാവുന്നത് PRO ആയിരിക്കും. അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള നല്ലൊരു എന്താ പറയാ റൊട്ടീൻ അക്കംപ്ലിഷ്മെന്റും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്ലാറ്റിനം ഡാറ്റ പോലെ നൽകുക, അല്ലെങ്കിൽ അത് അവരുടെ ഹോസ്പിറ്റലിൽ ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലം സോൾവറിൽ പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് കൊടുക്കേണ്ടത് ആരാണ്? ഈ PRO ആയിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ചിലപ്പോ PROനെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ? ഓരോ സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ PROനെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ PRO എന്ത് ചെയ്യുന്നത്? അതിനുള്ള മറുപടിയൊക്കെ നൽകുന്നത്. ഇനി
നെക്സ്റ്റ് വൺ ഒപ്പീനിയൻ മേസ്റ്റർ. ഒപ്പീനിയൻ മേസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ മൂന്നുപേരും വായിച്ചല്ലേ? ഓക്കെ, ഷാനോട് ഇവിടെ വായിക്കാമോ? The public relations manager control all out research efforts. He is accountable for media placement and arranging organizational functions and the efforts of executives. It is his duty to decide the executive appropriate for each situation and make sure that the person has a approved information and a statement in hand. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? ഒപ്പീനിയൻ മേസ്റ്ററിൽ പറയുന്നത് ഒന്ന് വായിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കിട്ടുന്നില്ല മിസ്സേ. ഓക്കെ, ആരെങ്കിലും ഒന്ന് പറയാമോ? ബാക്കി രണ്ടുപേർക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? തുഷാര, ജാസ്മിൻ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ വായിച്ചിട്ട്? ഓക്കെ, നമുക്കൊന്നും കൂടി വായിച്ചു നോക്കാം കേട്ടോ. ദി പബ്ലിക് റിലേഷൻ മാനേജേഴ്സ് കൺട്രോൾ ഓൾ ഔട്ട്റീച്ച് എഫേർട്സ് അല്ലെ? ഞാൻ പറഞ്ഞു മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ PRO ആയിരിക്കും. He is accountable for media placements and arranging organizational function. He is accountable എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് അദ്ദേഹമാണ് അതിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം എന്നൊക്കെ പറയില്ലേ, അക്കൗണ്ടബിൾ. അപ്പോ അദ്ദേഹമാണ് ഹീസ് അക്കൗണ്ടബിൾ ഫോർ ഇതിനൊക്കെ വേണ്ടി ഈ മീഡിയ പ്ലേസ്മെന്റും അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ നഴ്സസിന് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് അല്ലെങ്കിൽ എന്താ പറയാ ടെക്നീഷ്യൻസിന്, അങ്ങനെ ഓരോ സെക്ഷനിലുള്ള ഓർഗനൈസേഷൻസിലെ ഓരോ സെക്ഷനിലെ ആളുകളുടെ എന്താണ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും മീഡിയ പ്ലേസ്മെന്റ്സ്. മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽസിന്റെ പറഞ്ഞ പോലെ ആഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം പ്ലേസ്മെന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഓരോ ഫങ്ഷൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട എഫേർട്ടും അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ PROന്റെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെ? ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഡിസൈഡ്. ഇനി എന്തൊക്കെ തീരുമാനിക്കാനുള്ള ഡ്യൂട്ടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് ട്ടാ. The executive appropriate for each situation and make sure that person has approved information and statement in hand അല്ലെ? അതായത് എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഫോർ ഈച്ച് സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷനിലും മേക്ക് ഷുവർ ദ പേഴ്സൺ ഹാസ് ഒരു എന്താ പറയാ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? അവരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻസ് കേട്ടുകൊണ്ട് അതിനുള്ളൊരു മറുപടി നൽകാനും അല്ലെ, അതിനുള്ള മറുപടി നൽകാനും എന്താണ് പിന്നീട് തുടർന്ന് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു ഡ്യൂട്ടി ആർക്കാണുള്ളത്? ഈ PROനാണ് ഉള്ളത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഓവറോൾ ഒരു എന്താണ് ഓൾറൗണ്ടർ ആയിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? PRO എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. മെയിൻ ആയിട്ട് 4 കാര്യങ്ങളാണ്: അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാസ്റ്റർ. 4 കാര്യങ്ങളാണ് റോൾ ഓഫ് PRO എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾക്ക് എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അത് എത്തിക്കാൻ പറ്റില്ല, കുറച്ചുകൂടി പോർഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റിൽ തുടങ്ങി ഒന്നും കൂടി നോക്കാം. അധികം ഓവറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ? ഓക്കെ, അപ്പൊ ഒന്നും കൂടി നമുക്ക് ഇന്ന് എടുത്തതാണ് കേട്ടോ ഒന്ന് നോക്കുന്നത്. ജസ്റ്റ് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. നമ്മൾ പറഞ്ഞു എന്താണ് പേഷ്യൻസിന് എന്ത് ചെയ്യണം? റിമൈൻഡ് ചെയ്യാനായിട്ട്, അവർക്ക് അപ്പോയിന്റ്മെന്റിന്റെ കാര്യം റിമൈൻഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് മെസ്സേജസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലെ? അപ്പൊ എന്താണ് ബെറ്റർ റിലേഷൻ അല്ലെ? നല്ലൊരു റിലേഷൻ ഉണ്ടാവും. പിന്നെ ഒരു നല്ലൊരു കോണ്ടാക്ട് നഴ്സസും ഡോക്ടേഴ്സും ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് സാധിക്കും അല്ലെ? ഇനി നമ്മൾ ഡൊണേഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഡൊണേഷന് നമ്മൾ പറഞ്ഞു
ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി മിഷൻ ടു ട്രീറ്റ് അതായത് പേഷ്യന്റിന്റെ ഇൽനെസ്സിനുള്ളൊരു പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു ഇതാണ് അല്ലെ, രോഗികളുടെ ചികിത്സ പുനരവസിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക എന്നൊരു ആശുപത്രികളുടെ പ്രാഥമിക ദൗത്യം എന്നതാണ് അല്ലെ. ചിലപ്പോ ആശുപത്രിയും എന്താ പറയാ രോഗികളും അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യമായ ചാർജുകളൊക്കെ വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചാരിറ്റബിൾ നിന്നുള്ള സംഭാവനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങനെ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗപ്രദമാണെന്ന് ഇങ്ങനെയുള്ള ഡൊണേഷൻസ് വരുമ്പോൾ ക്യാമ്പുകളൊക്കെ എന്താ പറയാ സംഘടിപ്പിക്കുന്നതൊക്കെ പറയില്ലേ, അതൊക്കെ അവർ ഈ ഒരു എമൗണ്ടിൽ നിന്നും എടുക്കും. ഇനി നമ്മള് പറഞ്ഞത് ലാമ അല്ലെ. ലാമ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഡോക്ടറിന്റെ ഒരു ഡോക്ടറുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് ആശുപത്രിയിൽ നിന്നും പുറത്തു പോകുന്ന ഒരു വ്യക്തികളെയാണ് ലാമ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം മീനിങ് തന്നെയാണ് AMA എന്ന് പറയുന്നത്, അതായത് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. ലാമ എന്ന് പറയുമ്പോൾ ഫുൾ ഫോം പഠിക്കണം കേട്ടോ, ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നമ്മൾ പറഞ്ഞു കൂടുതൽ ലാമ പേഷ്യന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റലില് വളരെ മോശമാണെന്നാണ്. നെക്സ്റ്റ് നമ്മൾ ലെറ്റർ ടു ദി എഡിറ്റർ പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞു ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിൽ നമ്മളുടെ കത്തുകളും അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അല്ലെ. അപ്പോ എപ്പിഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ നമ്മളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കംപ്ലൈന്റ്സുകളോ ഇങ്ങനെയുള്ള കത്തിലൂടെയൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ. ഒരു PROന് വേണ്ട ക്വാളിറ്റീസ് ഇതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയിരുന്നത് അല്ലെ. കോമൺ സെൻസ് വേണം, പിന്നെന്താണ് നല്ലൊരു ജഡ്ജിമെന്റ് ലക്ഷ്യബോധം വേണം, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് വേണം, പിന്നെന്താ പറയുക ചിന്തിക്കാനുള്ളതും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളതും, പിന്നെ എത്ര മണിക്കൂറായാലും വർക്ക് ചെയ്യാൻ വേണം കഴിവ് അല്ലെ. പിന്നെ സെൻസ് ഹ്യൂമർ വേണം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും എല്ലാം ഇംഗ്ലീഷിൽ എന്ത് വേണം, നല്ലൊരു ഫ്ലുവൻസി വേണം എന്ന് പറഞ്ഞു. ക്രിയേറ്റീവ് ഐഡിയാസ് വേണം അല്ലെ. നല്ല വോയിസ് ആയിരിക്കണം. പബ്ലിക്കിന്റെ മുന്നില് ഒരു എന്താ ഏതൊരു സിറ്റുവേഷനിലും അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു സിറ്റുവേഷനിലായാൽ പോലും പബ്ലിക്കിന്റെ മുന്നിൽ ഒരു സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ് വേണം. എല്ലാവർക്കും ചിലപ്പോ നെർവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കഴിവൊക്കെ ഒരു PROനെ സംബന്ധിച്ച് വേണം. ഇനി ആ ഒരു പ്രൊഫഷനെ പറ്റി, പ്രൊഫഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റൽ ആ ഒരു പ്രൊഫഷനെ പറ്റി എന്ത് വേണം, ബേസിക് ആയിട്ടുള്ള അറിവെങ്കിലും അദ്ദേഹത്തിന് വേണം. ബിൽഡിംഗ് എബിലിറ്റീസ് നല്ലൊരു രീതിയിലുള്ള ഒരു എന്താ പറയാ ആ ഒരു പ്രൊഫഷനെ സംബന്ധിച്ചുള്ള ബിൽഡിംഗ് എബിലിറ്റീസ് നൽകുക. ഇന്റലിജൻസ് ആയിരിക്കണം അല്ലെ. പിന്നെ പറഞ്ഞു മീഡിയ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ ക്വാളിറ്റീസ്, പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ പഠിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു റോൾ ഓഫ് എ പബ്ലിക് ഓഫീസർ അല്ലെ. അഡ്വക്കേറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, അഡ്വക്കേറ്റ് ചെയ്യുക. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നിലകൊള്ളണം അല്ലെ. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുക, പ്രോബ്ലം സോൾവർ അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിലകൊള്ളണം. ഒപ്പീനിയൻ മൈൽസ്ട്രോ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് ചില കാര്യങ്ങളിൽ PROന് സ്വയം ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരവും അവകാശവും PROനും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും വരെയായിട്ട് നമ്മൾ ഇന്ന് നിർത്തുന്നത്. ഓക്കെ, ഇത്രയും എളുപ്പമാണ് ഈ ചാപ്റ്റർ കേട്ടോ. വലിയതായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാവുന്നതൊന്നും ഇല്ല. നമ്മൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് വായിക്കുമ്പോ മനസ്സിലാകുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഓക്കെ, 3 പേർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഒത്തിരി എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ആവുമ്പോഴേ അത് ബുദ്ധിമുട്ടാവുമല്ലോ. ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞായിരുന്നോ 3 പേരും? ഓക്കെ ആണോ? നോക്കാറുണ്ടോ? എല്ലാം കൂടി എക്സാമിന് വേണ്ടി എക്സാമിന്റെ തലേദിവസം പഠിക്കാൻ വെച്ചേക്കണേണോ? എങ്ങനെയാണ് 3 പേരും? ഷാരോൺ, തുഷാര എങ്ങനെയാണ് പഠിച്ചോ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങള്? വായിക്കുന്നുണ്ട്. വായിക്കുക. കാരണം ഓരോ ദിവസം എടുക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് അറിയാം ഓരോരുത്തരുടെ സിറ്റുവേഷൻ പല പല സിറ്റുവേഷനിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത് അല്ലെ. നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ എന്തായാലും ഈ ഒരു കോഴ്സ് പഠിക്കുകയാണ് അല്ലെ. നമുക്കൊരു ജോബ് കിട്ടണം എന്നുള്ളൊരു ഇതിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ പല സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ. പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും. പക്ഷെ
എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യുക, അതിനു വേണ്ടി കുറച്ചെങ്കിലും സമയം എന്ത് ചെയ്യുക, കണ്ടെത്തുക കേട്ടോ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതെന്ത് ചെയ്യുക, അതൊന്നും നിങ്ങളുടെ കയ്യിൽ കോപ്പി വേണം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്റർ മേ ബി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് വായിച്ചിട്ടെങ്കിലും കിടക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. നമ്മളൊന്ന് വായിക്കാണ്ടിരുന്നാൽ ചിലപ്പോ ഒരു ഐഡിയ കിട്ടില്ല അതിനെപ്പറ്റി അല്ലെ. ഇന്ന് തന്നെ നിങ്ങൾ ഇന്ന് വായിക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന്റെ ആ ടൈമിൽ ഒന്നുകൂടി പഠിച്ചാൽ മാത്രം മതിയായിരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് പഠിക്കണം കേട്ടോ. Okay. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ഇടയിൽ ചോദിക്കുമ്പോഴേ, നമുക്ക് ഈ 1 hour ആണല്ലോ ക്ലാസ്, അപ്പൊ ഒരാൾ ചോദിക്കുമ്പോൾ ചിലപ്പോ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആയിട്ടൊക്കെ തോന്നാം. അതുകൊണ്ടാണ് ക്ലാസ്സിന് ശേഷം ചോദിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ടീച്ചറിന്റെ ക്ലാസ്സുകളോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. Okay. Thank you. താങ്ക് യു. Thank you, Miss. ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ഇതുവരെ ക്ലിയർ ആയിരിക്കണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. Okay. ഓക്കെ. Okay, Miss.